സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസൺ ആരംഭിക്കുമ്പോൾ കമന്ററി ബോക്സിൽ ഇത്തവണ രണ്ട് പുതിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. ഫുട്ബോൾ കമന്ററിയിൽ പുതുമുഖങ്ങളെ തേടിയുള്ള സൂപ്പർ ലീഗ് കേരള നടത്തിയ സൂപ്പർ കോം മത്സരത്തിനൊടുവിൽ ജേതാക്കളായത് കണ്ണൂർ സ്വദേശി മുഹമ്മദ് ആഞ്ചലും എറണാകുളം സ്വദേശി നിവേദ് സെനിത്തുമാണ്. ഫുട്ബോൾ കളത്തിൽ എന്ന പോലെ വീറും വാശിയും നിറഞ്ഞതായിരുന്നു സൂപ്പർ കോം മത്സരവും. കളി പറഞ്ഞു നടക്കാൻ എന്ത് എളുപ്പമാണല്ലേ. ടഫാണ്, ഭയങ്കര ടഫാണ്. നമ്മളുള്ളത് സൂപ്പർ ലീഗ് കേരള അതിൻ്റെ രണ്ടാം സീസണിൻ്റെ തുടക്കമാകാൻ പോവുകയാണ്. അതിനു മുൻപ് SLK ഇവിടെ സൂപ്പർ കോം എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ നടത്തി. ഇത്തവണ കളി പറയാൻ ഈ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളിൽ ഒരാളുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ മത്സരം അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. വിജയിയെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഷിയാസ് മുഹമ്മദ് കമൻറ്റേറ്റർ, RJ റാഫി, ഒപ്പം CM ദീപക് കമൻറ്റേറ്റർ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം ഓൾ കേരള ആളുകൾ വന്നു, ദൂരെ കണ്ണൂർ കാസർഗോഡ് നടക്കുന്ന ആൾക്കാർ വരുന്നു. ഞാനിതിൽ നോക്കുന്നത് പുതിയതായിട്ട് പുതിയൊരു ശൈലി, ക്രിയേറ്റീവായിട്ട് എന്ത് പറയുന്നു, സ്വന്തമായിട്ട് ഒറിജിനാലിറ്റി ഉണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ഫൈനലിൽ ബെൽഫോയുടെ ഗോളടിച്ചതിന് ശേഷം ജീപ്പിൻ്റെ മുകളിൽ കയറിയിരുന്നുള്ള നിൽപ്പ് മനോഹരമായിട്ടുള്ള കമന്ററി ഇവിടെ നിന്നുണ്ടായിരുന്നു. കടന്നുറങ്ങുന്ന ബെൽഫോർട്ട് ഞെട്ടിക്കാണും. ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞ, പക്ഷെ അതിന്റെ ആവേശം ഇന്ന് ഇവിടെ കേട്ടു. നമ്മളൊരു മത്സരമാകുമ്പോൾ അതിലൊരാളാണ് സെലക്ട് ആവുന്നത്. The god of football, the real god of football. വളരെ ടൈറ്റ് ആയിരുന്നു. ഇംഗ്ലീഷിനാണ്, മലയാളത്തിനേക്കാൾ ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നത് ഇംഗ്ലീഷ് കമന്റേറ്ററിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. നിവേദ് സെനിത്ത് ഇംഗ്ലീഷിന്, അത് മലയാളം ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു. മുഹമ്മദ് അൻസലാണ് സെലക്ട് ആയിരിക്കും.